എല്ലാവർക്കും സ്വാഗതം. ഏറെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയോട് മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, ഈ സത്യങ്ങളെല്ലാം വൈജയന്തിയെ അറിയിക്കുവാണെങ്കിൽ അതല്ലേ നല്ലത്? അവർക്ക് അവരുടെ സ്വന്തം മോളെ തിരിച്ചറിയാനുള്ള ഒരു അവസരം ഒരുങ്ങും. അവർ ഇത്രയും നാളും കാണിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കാനും നിന്നെ സ്നേഹിക്കാനും ഉള്ള അവസരം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതെല്ലാം ബാലേന്ദ്രന് വൈജയന്തിയോട് തുറന്നു പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, പിന്നീട് അച്ഛൻ്റെ സ്ഥാനം എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അച്ഛൻ പിടിച്ചു നിൽക്കുവാണ്. ചതിക്കപ്പെട്ടവൻ്റെ, നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അച്ഛൻ്റെ കൂടെ ജീവിക്കുകയില്ല, അവിടം വിട്ട് ഇറങ്ങും. അതും ഒരു വലിയ പ്രശ്നമാണ്. ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആരോടൊക്കെ ഉത്തരം പറയേണ്ടി വരും? സ്വന്തം മക്കളോട്, ഭർത്താവിനോട്, ബന്ധുക്കളോട്, അങ്ങനെ എല്ലാവരോടും ഉത്തരം പറയേണ്ടി വരും. അതൊന്നും താങ്ങാനുള്ള ശേഷി അമ്മയ്ക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അമ്മ പിന്നീട് ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ആരുടെ മുമ്പിലും തലകുനിക്കാൻ ആഗ്രഹമില്ലാത്ത അമ്മ പിന്നീട് എങ്ങനെയാവും മുന്നോട്ട് പോവുക എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഒന്നും വേണ്ട അങ്ങളെ, ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇവിടുന്ന് പോവുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നു. അന്നേരം വീണ്ടും ചോദിക്കുന്നുണ്ട് മാമച്ചായ, അവിടുന്ന് പോവുക എന്നൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല മോളെ, നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അമ്മ എല്ലാ കാര്യങ്ങളും സ്വയം തിരിച്ചറിയണം. എന്നോടുള്ള വൈരാഗ്യവും ദേഷ്യവും എല്ലാം മാറ്റി അമ്മ തിരിച്ചു വരണം. അങ്ങനെ അമ്മ ചിന്തിച്ചാൽ മാത്രമേ ഇതിന് വേറെ ഒരു പോംവഴിയുള്ളൂ. അതൊന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നീട് എന്തെങ്കിലും ഇതെല്ലാം കലങ്ങി തെളിയുവാണെങ്കിൽ അന്ന് ഞാൻ തിരിച്ചു വരും, എല്ലാവരുടെയും കൂടെ ജീവിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ എന്നൊക്കെ ഇങ്ങനെ അലീന ഒത്തിരി വിഷമത്തോടെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം ആകെ വിഷമാവുകയാണ് കേട്ടോ രേവതിക്കുട്ടിക്കും അതുപോലെ ഗ്രേസിയമ്മയ്ക്കും ഒക്കെ. ഇതിനിടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അങ്ങനെ 300 കിലോമീറ്റർ യാത്ര ചെയ്ത് അങ്ങ് കൂനൂർ എത്തിയിരിക്കുന്നു. അവിടെ ചെന്ന് ഒരു ഹോട്ടലിന് മുമ്പിലാണ് വണ്ടി നിർത്തുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബാലേട്ടൻ, നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാനാണോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയും, ഭക്ഷണം കഴിക്കാനല്ല, നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, അതുകൊണ്ട് നീ നിൻ്റെ ബാഗൊക്കെ എടുത്തോ എന്ന് പറയുന്നു. അന്നേരം ഗോവർദ്ധനോ സംശയം, ഇത്രയും അടുത്ത് ഇവിടെ ഈ കൂനൂർ എത്തിയിട്ട് എന്തുകൊണ്ടാണ് അളിയൻ്റെ വീട്ടിലോട്ട് പോകാത്തത്? നമുക്ക് അങ്ങോട്ട് പോയാലോ, അവിടെ ആകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് അളിയനോട് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ ബാലേട്ടന്, അതല്ലേ ശരിക്കും വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എടോ അങ്ങനെയല്ല, അയാൾക്ക് എന്നോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പുറത്ത് വെച്ച് സംസാരിക്കുന്നതാണ് കൂടുതലിഷ്ടം. അതിനുള്ള അവസരം നമ്മൾ ഒരുക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കിവിടെ തന്നെ താമസിച്ചാലോ? ഇനിയിപ്പോൾ തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാട്ടോ എന്ന് പറയും. അന്നേരം വേണ്ട, ബാലേട്ടൻ തീരുമാനിക്കുന്നവരെ തീരുമാനിച്ചാൽ മതി, ഞാൻ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. അവരങ്ങനെ നേരെ റൂമിലേക്ക് പോരുവാണ്. അതുപോലെ വീണ്ടും അലീനയും രേവതിക്കുട്ടി തന്നെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടി പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി വരുമ്പം രോഹിത്തിനെയും മാമച്ചാനെയും കാണിയില്ല. അവരെന്ത് ചെയ്യുന്നു നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പുറത്തേക്ക് പോകും. തിരിച്ചു വരുമ്പം പറയുന്നുണ്ട്, രണ്ടെണ്ണവും പേരയുടെ ചോട്ടിലുണ്ടായിരുന്നു. ഒരാൾ പേരമരത്തിൻ്റെ മണ്ടയിലും ഒരാൾ താഴെ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പം, എന്നിട്ട് പേരയ്ക്ക കിട്ടിയോ എന്ന് ഗ്രേസിയമ്മ ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി പറയും, അതെങ്ങനെ കിട്ടാനാ, അതിലുണ്ടായിരുന്ന പേരയ്ക്ക മൊത്തം ഞാൻ തിന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന കാര്യം സംസാരിക്കുന്നു. അന്നേരം അലീന മാമച്ചാനെയും ഗ്രേസിയമ്മയും കൂടെ വരാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അന്നേരം അവർ വരുന്നില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, നിങ്ങൾ കൂടെ വരുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ പേഴ്സിൽ നിന്ന് പൈസ ഒന്നും എടുക്കണ്ടായിരുന്നു, അതായിരുന്നു നല്ലത് എന്ന് പറയുമ്പോൾ, നീ കൊള്ളാലോടി പെണ്ണെ എന്ന് പറയുവാണ് മാമച്ചായൻ. അന്നേരം അലീന പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രമല്ല അങ്കിളെ, കൊച്ചിയിലെ എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് അറിയാവുന്ന അങ്കിളിനല്ലേ, അപ്പം അങ്കിൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി എളുപ്പമായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഓ അങ്ങനെയൊന്നുമല്ല, ഇവൾക്കിപ്പം ഇവിടെ നല്ല മനപ്പാടമാണ്, എല്ലാ സ്ഥലവും ഇവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, എല്ലാ സ്ഥലവും നന്നായിട്ട് അറിയാം, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സിനിമാ തിയേറ്ററുകളാണ്, അത് എവിടെയൊക്കെ ഉണ്ട് എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അറിയാവുന്നത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്, തിന്നുന്ന സ്ഥലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും, കോളേജ് പോലും ഇപ്പോഴും സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയും, എന്നെ കളിയാക്കിയിട്ടാണേലും എല്ലാവർക്കും സന്തോഷമായാലോ, ഇനി പോയാലോ എന്ന് ചോദിക്കുക. അന്നേരം ഗ്രേസിയമ്മ രേവതിക്കുട്ടിയോട് പറയും, രേവതിക്കുട്ടി നിനക്കറിയാലോ, ഇവർ നമ്മുടെ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് ഇവരെ കൊണ്ട് ഒരിടത്തും പൈസ കൊടുപ്പിച്ചേക്കരുത്, കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ടൊക്കെ വരും, പക്ഷെ നീ ആയിട്ട് അത് അനുവദിച്ച് കൊടുത്തേക്കരുത് എന്ന് പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയും, ഓ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, വലിയ സ്വർണ്ണക്കടയും ജ്വല്ലറിയും സ്വർണ്ണക്കടയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉള്ളവർ
പഠിച്ചവരല്ലേ, അതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നമൊന്നും ആവുകയില്ല എന്ന് പറയുമ്പം എടി അത് അവിടെ ചെല്ലുമ്പോൾ അവർ ചെയ്തോളും, ഇവിടെ വരുമ്പം നമ്മളാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം രേവതിക്കുട്ടി അവിടെ ചെല്ലുമ്പോൾ അവർ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ മാമച്ചായ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ ജ്വല്ലറി പോയി ഒരു 10 പവൻ മാമച്ചായന്, പിന്നെ അവരുടെ ടെക്സ്റ്റൈൽസിൽ പോയി ഒരു 10 കാഞ്ചീപുരം സാരി എനിക്ക്, നിനക്ക് എന്താടി വേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോള പിന്നെ ഇതെല്ലാം കിട്ടും, നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഇരുമ്പ് കടയിലേക്കാണ്, അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് തമാശയൊക്കെ പറയും. എന്തെങ്കിലും ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന രോഹിത് അതെ പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ വരുന്നുണ്ടോ, സമയം പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരോടും അവിടെ നിന്ന് ഇറങ്ങുവാണ്. സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഗ്രേസിയമ്മയും മാമച്ചായനും. അതുപോലെ രോഹിത്തിനോട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞാനാട്ടോ ഫ്രണ്ടിൽ കയറുന്നത്, എങ്കിലേ എനിക്ക് വഴി പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന്. അന്നേരം ശരിക്കും വഴി അറിയാവുന്നത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അറിയാന്നേ, ഞാൻ ലെഫ്റ്റും റൈറ്റും ഒക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി തന്നെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ബാലേന്ദ്രനെയാണ്. അവർ റൂം എടുത്തതിന് ശേഷം ഗംഗാധരനെ വിളിക്കുവാണ്. അന്നേരം ആദ്യം 2 പ്രാവശ്യം വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, ലൈൻ കട്ടായി പോകും. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുമ്പോൾ കിട്ടും. വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഗംഗാധരൻ ബാലേന്ദ്ര എന്തൊക്കെയുണ്ട് വിശേഷം, ഇപ്പോൾ എവിടെയാണ്, വീട്ടിലാണോ അതോ ജ്വല്ലറിയിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങ് കൂനൂരുണ്ട് എന്ന് പറയും. അന്നേരം ഇങ്ങോട്ട് പോകുന്നു, എങ്കിൽ നേരെ ഇങ്ങ് പോരെ, നമുക്ക് വീട്ടിലെത്തുമ്പം കാണാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഇവിടെ കൂനൂർ ഒരു ഹോട്ടൽ റൂം എടുത്തു, ഹോട്ടൽ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ ബാലേന്ദ്രൻ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ താമസിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഹോട്ടൽ റൂം എടുത്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അതെ പണ്ട് എനിക്ക് ഈ പറയുന്ന ഗംഗേട്ടനോട് സ്നേഹവും കൂറും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി, ഇപ്പോൾ അതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുന്നിടത്തേക്ക് ഗംഗേട്ടൻ വരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയും. അന്നേരം നീ തന്നെയുള്ളോ എന്ന് ചോദിക്കുമ്പം അല്ല, എൻ്റെ അളിയൻ ഗോവർദ്ധൻ കൂടെയുണ്ട്, കുഴപ്പമില്ല, നല്ലൊരുത്തനാണ്, എൻ്റെ പെങ്ങളും അവനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അങ്ങനെയാണല്ലോ നല്ല കുടുംബത്തിൽ നിന്ന് നല്ല അച്ചടക്കവും സദാചാരബോധവും ഒക്കെയുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ നല്ല രീതിയിൽ ജീവിക്കും, അത് അങ്ങനെ തന്നെയാണ് അവൻ ജീവിക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മതി ബാല, ഞാൻ അങ്ങോട്ട് വരാം, ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുക കേട്ടോ. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ തമ്മിൽ ഉടക്കാണോ എന്ന്. അന്നേരം വൈജിയുടെ കാര്യം പറഞ്ഞ് ചെറുതായിട്ടൊരു ഉടക്ക് ലൈനിലാണ് എന്ന് പറയുന്നു. അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ, അത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അയാൾക്ക് ചിലപ്പം ബുദ്ധിമുട്ട് കാണുമായിരിക്കും, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ ഗോവർദ്ധൻ ഇവിടുത്തെ ബാറിൽ പോയി 2 അങ്ങ് അടിച്ചോ, ഈ തണുപ്പത്ത് അതൊരു സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേട്ടൻ നമുക്ക് ഇന്ന് തിരിച്ചു പോകണ്ടേ, അപ്പോൾ എങ്ങനെയാണ് മദ്യപിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നമ്മൾ പോകുന്നില്ലല്ലോ ഇന്ന് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് പോയി അടിച്ചു എന്ന് പറയും. എങ്കിൽ ഞാൻ തകർത്തേക്കാം എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗോവർദ്ധൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ച് കിടന്നതിന് ശേഷം ബാലേന്ദ്രൻ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗംഗാധരൻ വരും. എന്നിട്ട് താഴേന്ന് ഫോൺ വിളിക്കുവാണ് ഞാനിവിടെ കാർ പാർക്കിങ്ങിലുണ്ട് എന്ന് പറഞ്ഞ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും ഇതെന്താ കാർ പാർക്കിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണോ, നേരെ റിസപ്ഷനിൽ ചോദിച്ച റൂം പറഞ്ഞു തരികയില്ല, ഇങ്ങോട്ട് കയറി പോരാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വിളിച്ചല്ലോ ബാലേന്ദ്ര, റൂം പറയുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേണൽ സാറിന് റിസപ്ഷനിൽ ചോദിക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ എന്ന്. അന്നേരം പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, ഞാൻ റിസപ്ഷൻ തന്നെ ചോദിച്ചോളാം എന്ന് പറയും. അന്നേരം കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ നേരെ റൂമിലേക്ക് എത്തുവാണ് ഗംഗാധരൻ. റൂമിൽ കയറിയതിന് ശേഷം ഇതെന്താ ബാല ഇങ്ങനെ, നേരെ വീട്ടിലോട്ട് വരായിരുന്നു, അതായിരുന്നു നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഗംഗേട്ടാ, ഞാനിങ്ങോട്ട് വന്നത് ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയാണ്, അതറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പോയിക്കോളാം, അതിൽ കൂടുതൽ സ്നേഹവും സഹോദരവും ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അതുപോലെ ഗോവർദ്ധൻ എന്തി എന്ന് ചോദിക്കുമ്പം ബാലൻ പറയുന്നുണ്ട് ഗോവർദ്ധൻ ഇവിടുത്തെ ബാറിൽ പോയേക്കുവാണ് 2 അടിക്കാൻ വേണ്ടിയെന്ന്. അന്നേരം ബാലന് നല്ല ലിക്വർ വേണം എങ്കിൽ ഞാൻ തരാം കേട്ടോ, എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയ നല്ല ലിക്വർ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ടത് ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം, ഇതിനു മുമ്പ് വളിച്ചതും പൊളിച്ചതും ഒക്കെയാണല്ലോ നിങ്ങൾ തന്നത്, അത് കഴിച്ച് ശീലമുള്ളതുകൊണ്ട് ഇനിയും പലതും അങ്ങനെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട് ഞാൻ ലിക്കറിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന്. അന്നേരം അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ വിളിച്ചത് അതിന് വേണ്ടിയല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം എന്താണ് ബാലേന്ദ്രൻ അറിയേണ്ടത് അത് ചോദിക്കുക എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് എനിക്കറിയേണ്ടത് നിങ്ങളുടെ പെങ്ങൾ 2 വ്യാഴവട്ടക്കാലം മുമ്പ് ഒരുത്തനോടൊപ്പം വ്യഭിചരിച്ചായിരുന്നല്ലോ, അവൻ്റെ പേരെന്താണ് എന്നാണ് എനിക്കറിയേണ്ടത്. എനിക്കറിയായിരുന്നു ഞാൻ പക്ഷെ മറന്നുപോയി എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കും അയാളെക്കുറിച്ചൊക്കെ എന്തിനാ ഇനി ബാലൻ അറിയുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ ആ സംഭവം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നിങ്ങൾ
നിങ്ങൾക്കാണ് അത് കഴിഞ്ഞു പോയ കാര്യം, എനിക്കത് അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ, എനിക്ക് അയാളുടെ അഡ്രസ്സ് അറിയണമെന്ന് പറയുന്നു. എന്തിനാ ബാല എന്ന് ചോദിക്കുമ്പോൾ ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നാളത്തെ പ്രൊമോയിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും കാലം അലീന നിന്നത് അവളുടെ അമ്മയുടെ ഒപ്പമാണ്, അവൾക്ക് നീതി കിട്ടിയില്ല, ഇനി കുറച്ച് നാൾ അവൾ അവളുടെ തന്തയുടെ കൂടെ അപ്പൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ, അപ്പോഴെങ്കിലും അവൾക്ക് നീതി കിട്ടുമോ എന്ന് എനിക്ക് അറിയണം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഏതായാലും ഇത് കേട്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുവാണ് ഗംഗാധരൻ. പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞില്ലെങ്കിൽ വേറെ മാർഗം ഉപയോഗിക്കുമെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ ഉരുകി വിഷമിച്ച് നിൽക്കുവാണ് ഗംഗാധരൻ. അതുപോലെ ഈ വിവരങ്ങളൊക്കെ ബാലേന്ദ്രൻ ഗോവർദ്ധനെ അറിയിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ഇതെല്ലാം കേട്ടിങ്ങനെ കണ്ണും തള്ളി നിൽക്കുവാണേ. ഒരിക്കലും അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗോവർദ്ധന്. എന്നാലും ഗോവർദ്ധൻ അതുപോലെ വിഷമമാവുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ്റെ അവസ്ഥ കാണുമ്പം. ബാലേന്ദ്രൻ അതൊന്നും കുഴപ്പമില്ല, ഇപ്പം ഉള്ളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടിൽ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുവാണ് ബാലേന്ദ്രൻ. അതുപോലെ ഇതിനിടയ്ക്ക് അലീനയും അവരുടെ ആ ട്രിപ്പും ഒക്കെ കാണിക്കുന്നുണ്ട്.